കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ CPM-CPI സംസ്ഥാന സെക്രട്ടറിമാർ പത്രസമ്മേളനം വിളിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ ഇന്ന് തന്നെ റോഡ് ഷോയോടെ CPM തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നു. സുധാകരൻ അധികാരമോഹിയെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ചുവന്ന കൊടിക്ക് മുകളിൽ ആര് പറന്നാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഈ പാർട്ടി തന്നെയാണ് എനിക്കും സുധാകരേട്ടനും സ്ഥാനമാനങ്ങൾ തന്നത്. ആ പാർട്ടിയെ താഴ്ത്തിക്കെട്ടുന്നത് അധികാരമോഹം കൊണ്ടാണെന്ന് ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന പഴയ നയത്തിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് പഴയ നയം രഹസ്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ നഷ്ടമായി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി പേരൂർക്കട പോലീസിൽ പരാതി നൽകി. മഞ്ചേശ്വരം മച്ചമ്പാടി ഹൈദരലിയുടെ ഭാര്യയും മക്കളും ചേർന്ന് പോലീസിനെ ആക്രമിച്ചു. പ്രതി ഹൈദരലിയെ SI KR ഉമേഷ് കുമാറും സംഘവും ചേർന്ന് പിടികൂടി. ശബരിമലയിൽ നടന്ന ആചാരലംഘനവും പോലീസ് അതിക്രമവും സർക്കാർ മറയ്ക്കാൻ ശ്രമിച്ചാലും വിശ്വാസികൾ മറക്കില്ല എന്ന് സംഘടനകൾ. 4000-ലേറെ കേസുകളാണ് വിശ്വാസികൾക്കെതിരെ പോലീസ് എടുത്തിട്ടുള്ളത്. കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ വിധി നടപ്പിലാക്കാനിറങ്ങി പമ്പയും സന്നിധാനവും സംഘർഷഭൂമിയാക്കിയെന്നും സംഘടനകൾ. പോലീസിനും സർക്കാരിനും നാണക്കേടുണ്ടാക്കിയ കൊല്ലം കരുനാഗപ്പള്ളി ദേശീയപാതയിലെ പട്ടാപ്പകൽ കൊലപാതകത്തിലെ 4 പ്രതികൾ മുണ്ടക്കയത്ത് വച്ച് പോലീസ് പിടിയിലായി. കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. LDF സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങളെടുത്ത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും കൂടുതൽ തസ്തികകൾ അനുവദിച്ചു. സൗദിയിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന 3 ഡ്രോണുകൾ സൗദി തകർത്തു. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിലൂടെയുള്ള കടൽപാതയും ഹൂതികൾ വഴി അടയ്ക്കുമെന്ന് ട്രംപിനെ ഞെട്ടിക്കുമെന്നും പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഗൾഫിലെ +2 പരീക്ഷകൾ CBSE റദ്ദാക്കി. മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെയുള്ള പരീക്ഷകളാണ് റദ്ദാക്കുന്നത്.